ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 9-ാം ദിവസം. ഇന്നത്തെ ചിന്താവിഷയം കൃതാർത്ഥ ഹൃദയം, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് യേശുക്രിസ്തു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവർ 10 പേരും ഒരുപോലെ കർത്താവിനോട് സഹായം ചോദിക്കുകയും എല്ലാവരും ഒരുപോലെ സൗഖ്യം പ്രാപിച്ചവരുമാണ്. എന്നാൽ നാം എല്ലാവരും അറിയുന്നത് പോലെ ഒരുവൻ മാത്രം നന്ദി പറയുവാൻ തിരികെ വന്നു. 15-ാം വാക്യത്തിൽ പറയുന്നു, അവരിൽ ഒരുവൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ വീണു, അവനോട് നന്ദി പറഞ്ഞു. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അവനോ ശമര്യക്കാരനായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, എൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം, ഈ നോമ്പ് കാലത്തിനായിട്ട് സ്തോത്രം. അവിടത്തേക്ക് ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് മാത്രം പറയുവാനും അത് മാത്രം ഗ്രഹിപ്പാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം എല്ലാവരും നന്ദി പ്രകടിപ്പിക്കുന്നവരാണ്. ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നന്ദി പ്രകടിപ്പിക്കും. എന്നാൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ആഴം നമ്മുടെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾ തിരക്കുള്ള ട്രെയിനിലോ ബസ്സിലോ എനിക്കൊരു സീറ്റ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും നന്ദി പ്രകടിപ്പിക്കും. എന്നാൽ ആ ആളിനെ പിന്നെ ഞാൻ ഓർക്കുകയില്ല. അതുപോലെ തന്നെ വീണുപോയ എൻ്റെ സാധനം, കളഞ്ഞുപോയ എൻ്റെ സാധനം ആരെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും നന്ദി പ്രകടിപ്പിക്കും. എന്നാൽ ആളിനെയും ഞാൻ ഓർക്കത്തില്ല. എന്നാൽ ഒരു നിവൃത്തിയും ഇല്ലാതിരുന്നപ്പോൾ എന്നെ സഹായിച്ച ഒരാളെ, ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ എന്നെ സഹായിച്ച ഒരാളെ ഞാൻ ഒരിക്കലും ഒരുപക്ഷെ മറക്കുകയില്ല. ഇപ്പം നമ്മളെല്ലാവരും വാർത്ത കേൾക്കുന്നതാണല്ലോ, അലൻമോയുടെ അവയവങ്ങൾ സ്വീകരിച്ച ഒരു മാതാപിതാക്കളും ആ കുഞ്ഞിനെയോ ആ മാതാപിതാക്കളെയോ മറന്നു പോവുകയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആഴം തീരുമാനിക്കുന്നു. നമ്മുടെ അവസ്ഥയെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെ? ദൈവവചനത്തിലൂടെ. ആ ദൈവവചനത്തിൻ്റെ ദർപ്പണത്തിന് മുമ്പാകെ നാം ഇരിക്കുമ്പോൾ നാം ആരായിരുന്നു, ആരാണ് എന്നൊക്കെയുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. 2 ശമൂവേൽ 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നാഥാൻ പ്രവാചകൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദാവീദിന് വിവരിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭൂമിയിൽ മഹാന്മാരുടെ പേര് പോലെ നിന്റെ പേര് വലുതാക്കും, നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത തരും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവർ ഇളകാതെ വണ്ണം അവരെ നടുകയും ചെയ്യും. ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. നിന്റെ സന്തതിയോ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഇതൊക്കെ നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പറയുന്നു, നീ എന്നെ എത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ദാവീദിൻ്റെ അവസ്ഥയെ ഒരിക്കലും മറന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദാവീദ് എന്നും നന്ദിയുള്ളവനായിരുന്നു. ദാവീദിൻ്റെ വായിൽ നിന്ന് എപ്പോഴും സ്തുതികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇത് നമ്മുടെ അവസ്ഥ ആയിരിക്കണമെങ്കിൽ ദൈവം നമ്മളെ അവസ്ഥ വചനത്തിൽ എന്നാ പറയുന്നത്? സങ്കീർത്തനത്തിൽ പറയുന്നു, റോമൻ 3-ാം അധ്യായത്തിലൊക്കെ പറയുന്നു. 9-ാം വാക്യം വായിക്കുകയാണെങ്കിൽ 9, 10 ഒക്കെ വായിക്കുമ്പോൾ നമ്മാകുന്ന ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. ഇതാകുന്നു നമ്മുടെ അവസ്ഥ.
ഇതായിരുന്നു, ഇതാകുന്നു. ഇന്ന് നാം ദൈവത്തോട് നന്ദി പറയുന്നതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ നിറവേറുമ്പോഴൊക്കെയാണ്. എന്നാൽ എനിക്ക് എൻ്റെ നിത്യതയെക്കുറിച്ച് ഓർക്കുന്നു. എനിക്ക് ഒരു വഴിയും ഇല്ലാതിരുന്ന സമയത്ത്, ഞാൻ പാപിയായിരുന്നപ്പോൾ, നിത്യജീവനിലേക്ക് ഒരു അവകാശവും ഇല്ലാതിരുന്ന സമയത്താണ് ദൈവം എനിക്കൊരു വഴി കണ്ടെത്തി തന്നത്. ദൈവം എന്ന് നാം മനസ്സിലാക്കുന്നത് ഈ വചനത്തിലൂടെ മാത്രമാണ്. ദൈവം സ്വപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു വന്ന് സ്വന്തം ജീവൻ തന്ന് നമുക്ക് വേണ്ടി നിത്യജീവൻ്റെ വഴി ഒരുക്കി. നമ്മൾ ആ സ്നേഹത്തിൻ്റെ ആഴം അതോടുകൂടി മനസ്സിലാക്കുകയാണ്. കുറച്ചും കൂടി ഗ്രഹിക്കാൻ നമുക്ക് കഴിയും. പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും ഈ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കും. അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ടെന്നറിയും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാനും നമുക്ക് സന്തോഷിപ്പാനും ഒക്കെയും പറ്റും. ഈ നന്ദി പ്രകടനം കൊണ്ട് നമുക്ക് ആർക്കാണ് പ്രയോജനം? നമുക്ക് മാത്രമാണ്. കാരണം നാം ധൈര്യശാലികളാകുന്നു. നമ്മുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറി നമുക്ക് പോസിറ്റീവ് എനർജി വരുന്നു. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം നമ്മളെ എല്ലാ കടമകളും എല്ലാ പരീക്ഷണങ്ങളും ഒക്കെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നു. നിത്യജീവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ധൈര്യം ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നമ്മൾ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലം നാം ചെയ്യേണ്ട കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ആ ദൈവവചനത്തെ ധ്യാനിക്കുക. കൂടുതൽ നമ്മൾ മനനം ചെയ്യുന്നു, എത്രയും അധികം നമ്മൾ മനനം ചെയ്യുന്നു, അത്രയും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. ഈ നന്ദി നമ്മൾ ദൈവത്തോട് എങ്ങനെ പ്രകടിപ്പിക്കും? എന്ത് ചെയ്താൽ എൻ്റെ കർത്താവേ നിൻ്റെ ഉപകാരത്തിന് പകരം എനിക്ക് ചെയ്യാൻ പറ്റും? കർത്താവ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അന്യോന്യം സഹായിക്കാനും ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കാനും 1 തെസ്സലോനിയർ 5:12 പറയുന്നുണ്ട്. 14 വാക്യത്തിൽ പറയുന്ന ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ, ബലഹീനരെ താങ്ങുവാനും, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പാനും ഒക്കെ നമുക്ക് അന്നേരമേ കഴിയുള്ളൂ. എല്ലാത്തിനും സ്തോത്രം ചെയ്യാനും നമുക്ക് കഴിയും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും ഈ നോമ്പ് കാലം അതിനുള്ള കൃപ നൽകുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അതിന് ശക്തി നൽകുമാറാകട്ടെ. ആമേൻ.